ഭാരത് ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും മെൽബൺ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ കൂടെയുള്ളത് ചിത്രകാരൻ, സംഗീതജ്ഞൻ, സാഹിത്യകാരൻ എന്നീ നിലകളിൽ പ്രശസ്തനായ സേതുനാഥ് പ്രഭാകരാണ്. അദ്ദേഹത്തെ നമുക്ക് ഭാരത് ടിവിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. നമസ്കാരം. എനിക്കൊന്ന് താങ്കൾ സാഹിത്യകാരൻ, കലാകാരൻ, സംഗീതജ്ഞൻ എന്നീ നിലകളൊക്കെ പ്രശസ്തനാണ്. പക്ഷെ നമ്മൾ കൂടുതലായിട്ടും ഒന്ന് അറിയപ്പെടുന്ന ചിത്രകല അങ്ങനെ ഒരു രീതിയിലാണ്. ഈ ചിത്രകലയിലേക്ക് വരാനുണ്ടായ ഒരു സാഹചര്യം എന്താണ്? എനിക്ക് തോന്നുന്നത് മനുഷ്യൻ ആദ്യം ചെയ്തു തുടങ്ങിയ ഒരു കലാരൂപം ചിത്രരചനയായിരിക്കണം. കാരണം ഗുഹകളിലെല്ലാം ആദിമ മനുഷ്യനെ വരച്ചു എന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ ഏതൊരാളുടെ ഉള്ളിലും ഒരു കല എന്ന രീതിയിൽ ഉടലെടുക്കുന്നത് ആദ്യം ചിത്രകല തന്നെയായിരിക്കും. വരയ്ക്കാനുള്ളൊരു ടെൻഡൻസി ആയിരിക്കും. കാരണം നമ്മൾ കാണുന്ന കാഴ്ചകൾ, നമ്മളറിയുന്നത് എല്ലാം നമുക്കത് പുറത്തു വരാനുള്ളൊരു ഉപാധി കുറച്ച് വരയ്ക്കുക എന്നുള്ള ഒരു രീതി തന്നെ ആയിരിക്കണം. അങ്ങനെയാണ് അത് ആദ്യ മനുഷ്യൻ തുടങ്ങിയത്. അതെല്ലാവരിലും ഉണ്ടായിരിക്കാം. പക്ഷെ അതിനെ വളർത്തിക്കൊണ്ടുവരുന്നത്, അത് പിന്നെ വളർന്നു വരുന്നത് ഇത് ഒരു പല ആർട്ടുകളുള്ളതുകൊണ്ട് പിന്നെ നമ്മൾ പലരിലേക്കും ഡിവൈറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഞാനാദ്യം എനിക്ക് പാരമ്പര്യമൊന്നുമില്ല. ഞാൻ പാരമ്പര്യമായിട്ടൊന്നും എനിക്കില്ല. എൻ്റെ കുടുംബത്തിലാരും വരച്ചിരുന്നില്ല. പക്ഷെ എനിക്ക് ഓർമ്മയുള്ള കാലം മുതൽ ഞാൻ വരയ്ക്കുന്നുണ്ട്. അങ്ങനെയാണ് തുടങ്ങിയത്. കുട്ടിക്കാലം മുതലേ തുടങ്ങി. എനിക്ക് തോന്നുന്നൊരു 4 വയസ്സ് മുതലേ തുടങ്ങി. പിന്നീട് ഞാനത് കണ്ടിന്യൂ ചെയ്തു. എനിക്കത് വരയ്ക്കാതിരിക്കാൻ പറ്റില്ലാത്തൊരവസ്ഥയിൽ ആണ്. കാരണം സ്കൂളിൽ പോകുമ്പോഴാണെങ്കിലും, ഇപ്പം എക്സാമിനേഷനൊക്കെ വരുമ്പോഴാണെങ്കിലും എന്നോട് വരയ്ക്കരുത് എന്നാണ് എപ്പോഴും ടീച്ചേഴ്സും. കാരണം ആ സമയം കൂടി പഠിക്കണം എന്നുള്ള രീതിയിൽ. പക്ഷേ എനിക്കതിന് കഴിയാറില്ല. ഞാൻ ഒളിച്ചിരുന്നൊക്കെ വരച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയായിരുന്നു കുട്ടിക്കാലത്ത്. പിന്നീട് ഞാനത് എൻ്റെ വീട്ടുകാരുടെ, ബന്ധുക്കളുടെ എല്ലാ എതിർപ്പുണ്ടായിട്ടും ഞാനത് തന്നെ കണ്ടിന്യൂ ചെയ്തു. ഞാൻ പിന്നെ അക്കാഡമിയിൽ പോയി ഫൈൻ ആർട്സിൽ പഠിച്ചു. അത് തന്നെ ലൈഫ് അത് തന്നെ. താങ്കൾ ചിത്രകല എവിടെയാണ് പഠിച്ചത്? അതിനെപ്പറ്റി ഒന്ന് വിവരിക്കാമോ? ഞാൻ പറഞ്ഞു വന്ന പ്രകാരം ചിത്രകല അഭ്യസിക്കുക എന്ന് പറഞ്ഞാലും അതും എനിക്ക് ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. കാരണം അതും സത്യം പറഞ്ഞാൽ ഞാൻ വീട്ടുകാരെ എതിർത്തുകൊണ്ടാണ് ആദ്യം പഠിക്കാൻ പോയത്. അതെൻ്റെ നാട്ടിൽ തന്നെ ഒരു ചിത്രകല പഠിപ്പിക്കുന്ന ഒരു സ്കൂളുണ്ടായിരുന്നു. ഞാൻ അവിടെ പോയി തുടങ്ങി. അവിടെ അത് കണ്ടിന്യൂ ചെയ്തു. പക്ഷേ എനിക്കത് പൂർത്തിയാക്കാൻ പറ്റിയില്ല. എനിക്ക് അവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടിയിട്ടില്ല. ഞാൻ എക്സാം എഴുതിയിട്ടില്ല. പക്ഷേ ഞാൻ കുറച്ച് കാലത്തിന് ശേഷം വീണ്ടും പഠിച്ചു തുടങ്ങി. വീണ്ടും പഠിച്ച് എനിക്ക് അതിന് സർട്ടിഫിക്കറ്റ് കിട്ടി. ഞാൻ വീണ്ടും അങ്ങനെ ഇരിക്കുന്ന കാലത്താണ് എനിക്ക് അതിന് ഉപരിപഠനത്തിൽ എവിടെയെങ്കിലും പോകണം എന്നുള്ളൊരു ചിന്ത വന്നത്. പിന്നീട് ഞാൻ ജോലിക്ക് എന്നുള്ള കാരണം പറഞ്ഞിട്ട് ഞാൻ നോർത്ത് ഇന്ത്യയിലേക്ക്, ഗുജറാത്തിലേക്ക് പോയി. അങ്ങനെ പോയി ജോലി എടുത്തുകൊണ്ട് തന്നെ ഞാൻ ബറോഡയിൽ വീണ്ടും കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ ബറോഡയിൽ നിന്നാണ് പിന്നെ വീണ്ടും എൻ്റെ ചിത്രകല പൂർത്തിയാക്കിയത്. താങ്കൾ ഈയിടെ ഇവിടെ ഒരു ഹിസ്റ്റോറിക്കൽ പെയിൻറ്റിങ് സീരീസ് ചെയ്തെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഇറ്റ് വാസ് എ പോർട്രേറ്റ് സീരീസ്. ഓസ്ട്രേലിയ വരുന്ന കാലം മുതൽ എനിക്ക് യൂണിക്കായിട്ട് എന്തെങ്കിലും പെയിൻറ്റിങ്ങിൽ ചെയ്യണമെന്ന് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് പിന്നെ എനിക്ക് ഹിസ്റ്ററി വലിയ ഇഷ്ടമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ ഹിസ്റ്ററി കുറേയൊക്കെ പഠിക്കാൻ ശ്രമിച്ചു. അപ്പം നമ്മുടെ ഇന്ത്യയിലുള്ള പോലെ തന്നെ ഇവിടെ ഓസ്ട്രേലിയയെ മേക്ക് ചെയ്ത കുറേ ആളുകൾ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലായിട്ട് ഞാൻ അങ്ങനെ കുറേ ആളുകളുടെ ഒരു 50 പേരുടെ, അതിൽ നിന്നൊരു 50 പേരെ പിക്ക് ചെയ്തു. പിന്നെ ഞാൻ ഈ സീരീസ് അതൊരു 50 പേരുടെ പോർട്രേറ്റ് വെറുതെ വരച്ചു വയ്ക്കുന്നതിനേക്കാളും ഒരു ജേർണി പോലെ ആയിട്ട് തോന്നണം എന്നെനിക്ക് തോന്നി. അതുകൊണ്ട് ഞാനത് ഒരു സിംഗിൾ ക്യാൻവാസിൽ 50 മീറ്റർ സിംഗിൾ ക്യാൻവാസിൽ തന്നെ ഓസ്ട്രേലിയയുടെ ഒരു ചരിത്രത്തിലുള്ള 50 വ്യക്തികൾ, അതിൽ ജീവിച്ചിരിക്കുന്നവരുണ്ട്, മൺമറഞ്ഞു പോയവരുമുണ്ട്. അങ്ങനെ ഒരു സീരീസ് ചെയ്തു.
അത് ലാസ്റ്റ് ഇയറിൽ അത് ലോഞ്ച് ചെയ്തിരുന്നു. താങ്കളൊരു നല്ല ഒരു ചിത്രകലാകാരനാണ്, അതിനോടൊപ്പം തന്നെ ഒരു നല്ല ഗായകനാണ്. അതിലേക്ക് വരാനുണ്ടായ ഒരു സാഹചര്യം എങ്ങനെയാണെന്ന് പറയാം? ഇതും പറഞ്ഞതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ ഞാൻ വളർന്നത്, അതായത് എൻ്റെ അച്ഛൻ വീട്, എൻ്റെ വീട്ടിൽ ആരും പാടുന്നവർ ഉണ്ടായിരുന്നില്ല. പക്ഷേ അമ്മയുടെ വീട്ടുകാരെല്ലാം പാടുന്നവരാണ്, ഇൻസ്ട്രുമെൻറ്റ്സ് കൈകാര്യം ചെയ്യുന്നവരാണ്. അപ്പം ഈ വെക്കേഷനെല്ലാം അമ്മയുടെ തറവാട്ടിൽ പോകുമ്പോൾ എല്ലാം പാട്ടും അതുപോലെ ഒരു കഥാപ്രസംഗമൊക്കെ ചെയ്യുന്ന അന്നത്തെ കാലത്ത് അതെല്ലാം കേട്ട് ആണ് വളർന്നത്. അപ്പം അന്നേരം എനിക്ക് പാടണമെന്നുണ്ടായിരുന്നു, പക്ഷേ പാടാൻ പേടിയായിരുന്നു, ഷൈ ആയിരുന്നു. അതുകൊണ്ട് പാട്ട് ആ സമയത്തൊന്നും ഞാൻ പഠിച്ചതുമില്ല, പാടാറുമില്ല. തനിയെ പാടി ആസ്വദിക്കും, അത്രയേ ഉള്ളൂ. പിന്നീടാണ് ശരിക്കും എനിക്ക് പാട്ട് പഠിക്കണം എന്ന് തോന്നിയത്. അങ്ങനെ ആദ്യം ഞാനൊരു നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നൊരു പത്മനാഭൻ എന്ന് പറയുന്നൊരു ഗുരു ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു, അദ്ദേഹം എന്നെ ശിഷ്യനായിട്ട് സ്വീകരിച്ചു. പിന്നീട് കുറച്ച് കാലം അദ്ദേഹത്തിൻ്റെ അടുത്ത് പഠിച്ചു. പിന്നീട് അദ്ദേഹം മരിച്ചുപോയി. പിന്നീടാണ് ഞാൻ വെൺമണി ശിവറാം എന്ന് പറയുന്ന MD രാമനാഥ് സാറിൻ്റെയൊക്കെ ഒരു ഡിസിപ്ലിനായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത് പഠിക്കാനായിട്ട് ചെന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഞാൻ ശരിക്കും കർണാടക സംഗീതം കൂടുതലായിട്ട് പഠിച്ചത്. താങ്കളൊരു നല്ല ചിത്രകലാകാരനും ഗായകനും ഒക്കെയാണ്. താങ്കളെ സാഹിത്യകാരനെ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്, അതിനെക്കുറിച്ചൊന്ന് പറയാം? സാഹിത്യവും ചിത്രകലയൊക്കെ വേർതിരിഞ്ഞിരിക്കുന്ന ഒന്നായിട്ട് ഞാൻ കരുതിയിട്ടില്ല. രണ്ടും നമ്മുടെ ഉള്ളിലെ നമ്മുടെ അനുഭവങ്ങൾ, നമ്മുടെ കാണുന്ന കാഴ്ചകൾ എല്ലാം നമ്മുടെ ഉള്ളിൽ വന്നിട്ട് പ്രോസസ് ചെയ്ത് വരുന്നൊരു കാര്യം തന്നെയാണത്, ഇത് രണ്ടും. അപ്പോൾ എല്ലാവരും സാഹിത്യം അല്ലെങ്കിൽ എഴുത്ത് തുടങ്ങുന്നത് വായനയിൽ നിന്ന് തന്നെയാണ്. വായിച്ചുള്ള അതാണ് മറ്റൊരു നമ്മുടെ മറ്റനുഭവങ്ങളിലേക്കാളും വളരെ വലുതായൊരു അനുഭവമാണ് വായന അനുഭവം എന്ന് പറഞ്ഞാൽ. പക്ഷേ എനിക്ക് എൻ്റെ ചെറുപ്പകാലത്തൊന്നും ഞാൻ അങ്ങനെ നല്ല വായനയുള്ള ആളായിരുന്നില്ല. വായിക്കുമായിരുന്നു, അത് എല്ലാവരെയും പോലെ ചിത്രകഥകളും അക്കാലത്തുണ്ടായിരുന്ന ബാലരമ, പൂമ്പാറ്റ അതുപോലെയുള്ള പുസ്തകങ്ങളൊക്കെ തന്നെ. പിന്നീട് വായന കുറച്ചുകൂടി വളർന്നപ്പോൾ വായന വന്നത് എല്ലാവരെയും പോലെ ഈ പൈങ്കിളി എന്ന് പറയാവുന്ന മംഗളം, മനോരമ അതുപോലെയുള്ള അതിൽ വരുന്ന നോവലുകളും അങ്ങനെയൊക്കെയാണ് വായിച്ചു വളർന്നത്. പക്ഷേ പിന്നീട് എപ്പോഴോ എൻ്റെ കൂടെ തന്നെ ഞങ്ങൾ ഒന്നിച്ച് വളർന്ന എൻ്റെ ഒരു ആത്മസുഹൃത്ത്, അദ്ദേഹം നല്ല വായനയായിരുന്നു. അദ്ദേഹമാണ് എന്നെ വായനയുടെ മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. പിന്നീടാണ് ഞാൻ ശരിക്കും എന്താണ് വായന, എന്താണ് സാഹിത്യം എന്ന് മനസ്സിലാക്കി വായിക്കാൻ തുടങ്ങിയതും ലോക ക്ലാസിക്കുകളും അതുപോലെ ഇന്ത്യയിലെ മലയാളത്തിലും അതുപോലെ മറ്റു ഭാഷകളിലുള്ള ട്രാൻസ്ലേഷനെല്ലാം വായിച്ച് അതൊരു ഭ്രാന്തമായൊരു വായനയായിരുന്നു. അങ്ങനെ വായനയുടെ നല്ല അനുഭവം എനിക്ക് കിട്ടിയിട്ടുണ്ടാകും അക്കാലത്തെല്ലാം. പിന്നീടാണ് എനിക്ക് എഴുതണം എന്നുള്ളൊരു ശക്തമായ തോന്നൽ ഉള്ളുണ്ടായത്. അങ്ങനെ എഴുതി. ആദ്യമൊക്കെ എനിക്ക് മടിയായിരുന്നു എവിടെയെങ്കിലുമൊക്കെ അയച്ചു കൊടുക്കാനും ഒക്കെ. പക്ഷെ പിന്നീട് ഞാൻ പറഞ്ഞ എൻ്റെ സുഹൃത്ത് തന്നെ എന്നെ അയച്ചു കൊടുക്കാനൊക്കെ പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചിട്ട് ഞാനങ്ങനെ പിന്നീട് മാതൃഭൂമി, കലാകൗമുദി ആ കാലത്തുണ്ടായിരുന്ന, ഇപ്പോഴുണ്ട് അതൊക്കെ, മാഗസിനിലെല്ലാം ഞാൻ കഥകൾ അയക്കുമായിരുന്നു. എല്ലാം പ്രസിദ്ധീകരിച്ച് വന്നിട്ടുണ്ട്. പിന്നീടാണ് ഒരു പുസ്തകത്തെക്കുറിച്ച്, പുസ്തകമായിട്ട് ഒരു നോവലിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോഴാണ് എൻ്റെ ചെറുപ്പത്തിൽ കുറച്ച് ഞാൻ ചിത്രകല അഭ്യസിച്ചിട്ടുള്ളൊരു കാലത്ത് ഉണ്ടായൊരു സംഭവം, ഇന്ത്യയിലെ സംഭവം. അതായത് എല്ലാവർക്കും അറിയാവുന്നതാണ് ബാബറി മസ്ജിദ് തകർന്ന സംഭവം. അത് ഉള്ളിൽ ഇങ്ങനെ കടന്നിട്ട് സത്യത്തിൽ തന്നെ വളരെയധികം വേദനിപ്പിച്ചൊരു സംഭവമായിരുന്നു അത്. പക്ഷെ അത് ഉണ്ടായൊരു കാലത്തൊന്നും എനിക്ക് എഴുതാൻ തോന്നിയിട്ടില്ല. പിന്നീട് ഞാൻ ഗുജറാത്തിൽ ചെന്നപ്പോൾ ഉണ്ടായ കുറച്ച് ഈ മതവുമായിട്ടുള്ള, അതായത് ഹിന്ദു മുസ്ലിം പ്രശ്നങ്ങളെല്ലാം കുറച്ചുകൂടി ആഴത്തിൽ എനിക്ക് മനസ്സിലായി. അതിനുശേഷമാണ് ഞാൻ ആ നോവൽ എഴുതുന്നത്. അത് 2001 അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പിന്നീടിപ്പോൾ ഞാനിവിടെ വന്നതിന് ശേഷം ഒരു നോവൽ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. അത് ഇംഗ്ലീഷിലും മലയാളത്തിലും പബ്ലിഷ് ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് അടുത്ത വർഷത്തോടെ പറ്റുമെന്ന് തോന്നുന്നു.